ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിലക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ്. സുഡാൻ മാത്രമൊന്നുമല്ല മാഷേ, എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊല്ലുന്നത്. എത്ര, ഒരു വിരൽ അനക്കണില്ല ഒരാള്. അവിടെ ദുഃഖം. തമ്മാടിക്കൂട്ടങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. തമ്മാടിക്കൂട്ടം എന്നും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് 5.5 ലക്ഷം. ഭക്ഷ്യക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത് 5.5 ലക്ഷത്തോളമാണ്. 5.5 ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു. 35 ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി. 2 ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ആരുമല്ല, മുസ്ലിം രാജ്യം. ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേലിന്. ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും. ആർക്ക്? ഈ RSF എന്നാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ട് സുഡാനിൽ. ആ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ. ആ വെപ്പൺസിന് പണം കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ. അതേ ആയുധ കമ്പനി തന്നെയാണ് ഗസക്കാരെ കൊല്ലാൻ ഇസ്രായേലിനും. ആരാണോ ഇസ്രായേലിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലാൻ വെപ്പൺസ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അതറിയണേയില്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 25,000 പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി. ആർക്കെതിരെ? ഇസ്രായേലി വംശജ് ആണോ? ആണല്ലോ. അല്ലേ? അതെ, ആയിക്കോട്ടെ, ഞാനൊരു വിരോധം പറയുന്നില്ല. എങ്കിൽ അതിന്റെ 10 ഇരട്ടി ആളുകളെ സുഡാനിൽ കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പരിപാടി നടത്താത്തത്? അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും. അവര് നമ്മളെ കൂട്ടുകാരാണ്. ഇതിനാണ് പറയണില്ല, ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല. ഇതിനാണ് ദുഹാൻ എന്ന് പറയാം. ദുഹാൻ 1900-ലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും. ദുഹാൻ അതായത് നേരും നേരുകേടും തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക, എവിടെ കൂടേണ്ടതെന്ന് അറിയാതിരിക്കുക. ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊല്ലുന്നത്. എത്രയാ യമനിൽ കൊന്നത്? സുഡാൻ കേസ് കൊടുത്തു UN കോടതിയിൽ. എന്തിന്? ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് സുഡാൻ സർക്കാർ കേസ് കൊടുത്തു. സുഡാൻ കേസ് കൊടുത്തു. സുഡാൻ